അനന്തരം അവൻ ഗത്സമനിൽ ചോര വിയർത്ത് പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഴ പെയ്യുന്ന രാത്രിയിലായിരുന്നു അവൻ്റെ ദൈവവിളി. എനിക്ക് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. മാസത്തിൽ ദൈവവിളി ലഭിച്ച അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. അവൻ്റെ 30-ാം പിറന്നാളിനായിരുന്നു ആദ്യത്തെ ഇടവകാ ദൗത്യം. ഇങ്ങോട്ട് കയറി നിൽക്കിങ്ങോട്ട്. സോഫി സിസ്റ്ററെ, ആ പൂക്കളിങ്ങെടുത്ത് നേരെ നിൽക്കാൻ. അച്ഛൻ ഇതുവരെ എത്തിയില്ലയോ? കാര്യം എന്നാന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ സാമൂലച്ഛൻ വളരെ നല്ല ആളായിരുന്നു. ഇനിയിപ്പോ ഈ വരാൻ പോകുന്ന പുള്ളി എങ്ങനെ ആയിരിക്കുമോ ആവോ. വാവച്ച മുതലാളി പറഞ്ഞത് കേട്ടില്ലായിരുന്നു? ഈ വരുന്ന അച്ഛനെ നമ്മുടെ വലിയ പിതാവിന് വേണ്ടപ്പെട്ട ആളാ. പട്ടം കിട്ടിയ ശേഷം 3 കൊല്ലത്തോളം പിതാവിന്റെ കൂട്ടത്തിലായിരുന്നു. ആദ്യത്തെ ഇടവകയാ ഇത്. അതിപ്പോ ഏതച്ഛൻ വന്നാലാ വാവച്ച മുതലാളിക്ക് ഗുണമല്ലാത്തത്? ഇത് എന്നതാ മാത്രേ, അച്ഛൻ ഇതുവരെ എത്തിയില്ലായോ? നേരത്തെ പുറപ്പെട്ടെന്ന് അരമനെ വിളിച്ചപ്പോ പറഞ്ഞത്. ഇത് നല്ല കൂത്തായല്ലോ. നേരെ ഒട്ടും ഉണ്ടായിട്ടല്ലെന്നേ. നമസ്കാരം മുതലാളി. ഇന്ന് എസ്റ്റേറ്റിൽ കണക്ക് നോക്കേണ്ട ദിവസമാ. മെഡിക്കൽ കോളേജിലാന്നേ ബോർഡ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മളിടവകയിൽ പുതുതായിട്ടൊരു അച്ഛൻ വന്ന് ചാർജ് എടുക്കുമ്പോൾ നേരിട്ട് വന്നൊരു സ്തുതി കൊടുത്തില്ലെങ്കിൽ ഞാൻ പിന്നെ സത്യക്രിസ്ത്യാനിയാ പെർമാണിയാന്നും പറഞ്ഞു നടക്കുന്നത് എന്നാത്തിനാ? അല്ലയോ മദറേ? അച്ഛൻ വന്നല്ലോ. വാവച്ചനാണേ, വലിയ വീട്ടിൽ വാവച്ചൻ.
നടത്തിപ്പ് കൈക്കാരനാ. ആ പിതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ദൈവകൃപ കൊണ്ട് ഒരു 19 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്. പിന്നെ ഒരു 10-20 ഏക്കർ ഏലത്തോട്ടമുള്ളത് അങ്ങ് കൊടകില. നമ്മുടെ ഇടവകയിലെ പുതിയ മെഡിക്കൽ കോളേജ് ഇല്ലയോ, ദൈവകൃപ കൊണ്ട് അതും ഈ വാവച്ച മുതലാളിയുടെയാ. അച്ഛൻ സമയം പോലെ അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങ്. ഓ എന്റെ മോന്റെ മോനാ പഠിക്കുവാ ഊക്കേജിയില്ല. കറിയാച്ചൻ. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ് അല്ല, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് തന്നെ പറയണം. എങ്ങനെ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അനിമോൾ ജോസ് കുഴിമറ്റം മിഷലീഗിന്റെ പ്രസിഡന്റാ. ആന്നോ? കൊയർ ഗ്രൂപ്പിലെ മെയിൻ സിംഗറും കൂടിയാ. ആഹാ. നീ നമ്മുടെ ചവക്കുഴി വെട്ടുകാരൻ ജോസിന്റെ മോളിൽ ഓടി കൊച്ചേ. ആ നമ്മുടെ കുഴി വെട്ടുകാരൻ ജോസിന്റെ മോളാന്നേ. എന്നാ പിന്നെ എല്ലാരും കാര്യമായിട്ട് പിന്നെ പരിചയപ്പെടാം. പള്ളിയിലോട്ട് കയറിക്കോ, കുർബാനയ്ക്ക് നേരമായില്ലേ. സിസ്റ്ററെ 3 മണി അടിക്കാൻ പറഞ്ഞേരെ. ശരി അച്ചോ. ആദ്യം ബലി നടക്കട്ടെ വാവച്ചായ. അനന്തരം അവൻ കയറുകൊണ്ടൊരു ചമ്മട്ടിയുണ്ടാക്കി കച്ചവടക്കാരെയും നാണയ കൈമറ്റക്കാരെയും ദേവാലയത്തിൽ നിന്നും അടിച്ചു പുറത്താക്കി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കൊള്ളക്കാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. പക്ഷേ അതായിരുന്നില്ല അയാളുടെ ജീവിതത്തിലെ ആദ്യത്തെ ബലി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്നാ മറിയ മാമോദീസ മുക്കപ്പെടുന്നു. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. മാമോദീസയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഈ കൊച്ചിനെ കെട്ടിക്കാൻ നേരം മാത്രം പള്ളിയിലോട്ട് കൊണ്ടുവന്നാൽ മതി കേട്ടോ. ആഹാ, ആരാ ഇത്? ത്രേസ്യ ചേട്ടത്തിക്ക് നല്ല സുഖമില്ല. പുറത്തേക്ക് ഇറങ്ങുന്ന ഒരേ ബഹളം. വലിയ വാശിക്കാരിയാ. ആന്നോ? എന്നാ പറ്റിയ ദ്രസ്യച്ചെടുത്തി? ശ്വാസം മുട്ടലുണ്ട്. അത്രേ ഉള്ളോ? നമുക്ക് ഡോക്ടറെ കണ്ടു കളയാം. നമ്മുടെ വാവച്ചാന്റെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയാൽ മതി. ശരി. അച്ഛൻ എന്നെ അവിടെ നിന്ന് കളഞ്ഞത്. അതോട്ട് വന്നട്ടെ. ഓ